ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന റെഗുലർ വിദ്യാർത്ഥികൾക്കും മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ചാപ്റ്ററിലെയും കീ പോയിന്റ്സും ഷുവർ ക്വസ്റ്റ്യൻസും കണ്ട് പഠിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം എബവ് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്ന ഈ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓൾറെഡി 12 ചാപ്റ്ററിൻ്റെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മറ്റുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എബവ് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ മസ്റ്റായിട്ട് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ഡബിൾ പാസിന് വേണ്ടി പഠിക്കുന്നവർ ഇത് കാണണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഡബിൾ പാസ് മാർക്ക് മതി എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്നൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കണ്ടാൽ മതി, ഉറപ്പായിട്ട് മിനിമം പാസ് മാർക്ക് കിട്ടും. ഒപ്പം ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഡബിൾ പാസ് സ്കോർ ചെയ്യാൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അതോടൊപ്പം തന്നെ 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് 6 hours കൊണ്ട് നിങ്ങൾക്കത് പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ റിവിഷൻ ക്ലാസ് പ്ലസ് നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. ഫൈനലി ഒരു റിവിഷൻ എന്ന രീതിയിൽ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. സോ ഇവിടെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങളും തറവായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ ക്ലാസ് കാണുക എന്നുള്ളതാണ്. 1.5 മണിക്കൂർ കൊണ്ട് ഈ ചാപ്റ്റർ, വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, അത് വളരെ ചുരുക്കി ആശയം മനസ്സിലാകുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് സഹായകരമാകും. ആ റിവിഷൻ ക്ലാസ് കണ്ട് ഈ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇത് കാണുക. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 9 മാർക്കാണ്. ഒരു essay ക്വസ്റ്റ്യൻ ചോദിക്കും, അതുപോലെ ഒരു 3 മാർക്സിന്റെ ക്വസ്റ്റ്യനും ചോദിക്കും. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഡെറിവേറ്റീവ് ഓഫ് f(x) is equal to 1 plus x plus x square plus etc plus x raised to 50 at x is equal to 1 is dash. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുക. അതായത് ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് എക്സ്. എന്നിട്ട് ആ കിട്ടുന്ന ഫംഗ്ഷനിൽ എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ചില കുട്ടികൾക്കെങ്കിലും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. f(x) എഴുതി f(x)ന്റെ ഡെറിവേറ്റീവിനെ നമുക്ക് f'(x) അല്ലെങ്കിൽ f'(x) എന്ന് ഡിനോട്ട് ചെയ്യാം. എന്നിട്ട് ഓരോ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1 കോൺസ്റ്റന്റ് മാത്രം, ഡെറിവേറ്റീവ് 0. എക്സിന്റെ ഡെറിവേറ്റീവ് 1. x സ്ക്വയർ ഡെറിവേറ്റീവ് ഫോർമുല പഠിക്കണം. x raised to n. എന്താണ് ഫോർമുല? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഇൻറ്റു x raised to n - 1 പവർ ഇൻറ്റു x raised to പവർ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ 2 ഇൻറ്റു x raised to 1. അടുത്ത x³ ആണെങ്കിലോ 3 ഇൻറ്റു x raised to 2 പ്ലസ് എക്സെട്ര പ്ലസ് ഈ x raised to 50യുടെ ഡെറിവേറ്റീവ് 50 ഇൻറ്റു x raised to ഒന്ന് കുറയ്ക്കുക 49. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെറിവേറ്റീവ് ഓഫ് f(x) കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് f'(1). എക്സിന് 1 കൊടുക്കുക, കംപ്ലീറ്റ് കൊടുക്കുക. ആദ്യത്തെ ഈ 1, അതുപോലെ ഇവിടെ 2, അടുത്ത് 3 ഇൻറ്റു 1 സ്ക്വയർ 3 അല്ലേ. അതുപോലെ 1ന്റെ ഏത് പവർ വന്നാലും 1 ആണല്ലോ. അപ്പോൾ 3 ഇൻറ്റു 1 3, അടുത്ത് 4 ഇൻറ്റു 1 4 എന്ന് വരും പ്ലസ് എക്സെട്ര. ഇവിടെ എക്സിന് 1 കൊടുത്താൽ 1 raised to 49 അത് 1 ആണ്. സോ 50 ഇൻറ്റു 1 50. സോ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 50. ഇതിന്റെ സം കാണണം. 10ാം ക്ലാസ്സിൽ പഠിച്ചു. സം ടു n ടേംസ് ഓഫ് എ സീരീസ് അല്ലേ. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് കാണുന്ന ഫോർമുല n ഇൻറ്റു n പ്ലസ് 1/2. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ആണെങ്കിൽ n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ ഇവിടെ എൻ്റെ സം 50. അപ്പോൾ ഫോർമുല 50 ഇൻറ്റു 50 പ്ലസ് 1 അതാണ് 51/2. ലാസ്റ്റ് നമ്പർ ഇൻറ്റു നെക്സ്റ്റ് നമ്പർ ബൈ 2. 50/2 25 ഇൻറ്റു 51 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1275 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ, അത് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഫൈൻഡ് dy/dx ഇഫ് y equal to a/x raised to 4 minus b/x², where a and b are എന്താണ്? കോൺസ്റ്റൻസ്. സോ y equal to ഒരിക്കൽ കൂടെ എടുത്തെഴുതാം. a/x raised to 4 അത് ന്യൂമറേറ്ററിൽ വരുമ്പോൾ x raised to -4 എന്ന് എഴുതാം. മൈനസ് b/x², ആ x² ന്യൂമറേറ്ററിൽ വരുമ്പോൾ x raised to -2
വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല y തന്നിട്ടുണ്ട്, dy/dx കാണുക. a കോൺസ്റ്റന്റ് മാറ്റിവെക്കുക അല്ലേ. കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എക്സ് വന്നാൽ കോൺസ്റ്റന്റ് മാറ്റിവെക്കാം. കോൺസ്റ്റന്റ് മാത്രം വന്നാൽ ഡെറിവേറ്റീവ് 0. ഇവിടെ a മാറ്റിവെച്ചു, ഇതിന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് x റൈസ് ടു -4. അടുത്ത് ഈ -b കോൺസ്റ്റന്റ് മാറ്റിവെച്ചു, ദെൻ d/dx ഓഫ് x റൈസ് ടു -2. ഓരോ ടേമിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് a അതുപോലെ ഇവന്റെ ഡെറിവേറ്റീവ് x റൈസ് ടു n ഇൻറ്റു പവർ ഇൻറ്റു -4 ഇൻറ്റു x റൈസ് ടു ഒന്ന് കുറയ്ക്കണം, -4 -1 ദാറ്റ് ഈസ് -5. -3 എന്ന് എഴുതി കളയരുത്, -5. അതുപോലെ ഇവിടെ -b അതുപോലെ ഇവന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു -2 ഇൻറ്റു x റൈസ് ടു -2 -1 ദാറ്റ് ഈസ് -3. സോ ഇവിടെ -4 ഈ x റൈസ് ടു -5 താഴെ വരുമ്പോൾ x റൈസ് ടു 5 പ്ലസ് ഇവിടെ -2b ബൈ എന്ത് വരും x³ സിംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ എഴുതിയാൽ മതി, ജസ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്താലും മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. f of x is equal to f plus bx, x less than 1 for x is equal to 1 b minus ax, x greater than 1 and limit extending to 1 f of x equal to എന്താണ് f of 1. Then find the values of a and b. ഇത് ഒരു പീസ് വൈസ് ഫംഗ്ഷൻ. എന്താണ് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത? എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഫംഗ്ഷൻ a പ്ലസ് ബി എക്സ്, അതായത് എക്സിന്റെ വാല്യൂ 0, -1, -2, -1.5 ഒക്കെ വരുമ്പോൾ ഫംഗ്ഷൻ എന്തെടുക്കണം? a പ്ലസ് ബി എക്സ്. എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 4. എക്സിന്റെ വാല്യൂ 1-നേക്കാളും വലുതാണെങ്കിൽ 1.5, 2 ഒക്കെ വരികയാണെങ്കിൽ ഫംഗ്ഷൻ എന്ത് ചൂസ് ചെയ്യണം? b മൈനസ് എ എക്സ്. ഇതാണ് ഫംഗ്ഷൻ. ഇവിടെ ഈ ലിമിറ്റും f of 1 ഈക്വൽ ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്ത്? അപ്പോൾ ആദ്യം റൈറ്റ് ഹാൻഡ് സൈഡ് കാണാം. f of 1 x is equal to 1 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 4. അപ്പോൾ f of 1 എന്ത് കിട്ടി? 4. അടുത്ത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 f of x കാണണം. നമുക്കറിയാം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ഇത്തരം പീസ് വൈസ് ഫംഗ്ഷൻ വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അറിയണം. നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും ഡീറ്റെയിൽഡ് ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റ് ആദ്യം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ എന്താണ്? f of 1 4 ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 ഇട്ടിട്ട് പവറിൽ മൈനസ് ഒന്നല്ല, ലെഫ്റ്റ് ലിമിറ്റിന്റെ നൊട്ടേഷനാണ് 1 മൈനസ് f of x ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1. അപ്പോൾ f of x എന്ത് ചൂസ് ചെയ്യും? 1 മൈനസ് 1-നേക്കാളും ചെറുത്, അതായത് x ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ എന്ത്? x ലെസ് ദാൻ 1 വരുമ്പോൾ ഫംഗ്ഷൻ a പ്ലസ് ബി എക്സ്. അപ്പോൾ എന്ത് കൊടുക്കുക? a പ്ലസ് ബി എക്സ്. ഇനി എക്സിന് 1 കൊടുത്താൽ ആൻസർ എന്ത് കിട്ടി? a പ്ലസ് ബി. അടുത്ത റൈറ്റ് ലിമിറ്റ് കാണുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ f of x എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 x ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ എന്താണ്? b മൈനസ് എ എക്സ്. അത് കൊടുക്കുക ഈക്വൽ ടു എക്സിന് 1 കൊടുത്താൽ b മൈനസ് എ. നമുക്കറിയാം ലിമിറ്റ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് 4-ന് ഈക്വൽ ആണ്. ലിമിറ്റ് ഉണ്ടാകണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അതായത് a പ്ലസ് ബിയും b മൈനസ് എയും ഈക്വൽ ആയിരിക്കണം. അതാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. അത് എന്തിന് ഈക്വൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 4-ന്. അതായത് a പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് എഴുതാം, b മൈനസ് എ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 4 എന്ന് എഴുതാം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ. അത് എന്തിന് ഈക്വൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? f of 1. അത് എന്താണ്? 4. അങ്ങനെയാണ് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 4, റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 4 എന്ന് എഴുതിയത്. രണ്ട് ഇക്വേഷൻ കിട്ടി, സെയിം കോഎഫിഷ്യൻ, ഓപ്പോസിറ്റ് സൈൻ. സോ വി ഹാവ് ടു ആഡ് ദീസ് 2 ഇക്വേഷൻസ്. ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 2b, ഇവിടെ 8, b ഈക്വൽ ടു എന്ത് കിട്ടും? 4. ഈ ബിയുടെ വാല്യൂ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ a ഈക്വൽ ടു 4 മൈനസ് 4 എന്ത് കിട്ടി? 0. എഴുതി പഠിക്കുക, സിംപ്ലിഫിക്കേഷൻ പ്രത്യേകിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 x പ്ലസ് 5 ദ ഹോൾ സ്ക്വയർ മൈനസ് 25 ബൈ x. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. ആസ് യൂഷ്വൽ എക്സിന് നമ്മൾ 0 കൊടുക്കുന്നു. ഇവിടെ 0 കൊടുക്കുമ്പോൾ 5 സ്ക്വയർ 25 മൈനസ് 25, മേളിൽ 0, താഴെയും 0 കൊടുത്തു. 0/0 എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം. അങ്ങനെ വന്നാൽ ഈ ഫംഗ്ഷനെ സൂക്ഷിച്ചു നോക്കണം. ഫംഗ്ഷൻ സൂക്ഷിച്ച് നോക്കുന്നത് എന്തിനാണെന്നറിയോ? അവിടെ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണോ? നമ്മൾ പഠിച്ചിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ നടക്കുമോ? അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഫോർമുലയിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? എങ്കിൽ അത് ചെയ്യുക. ഇവിടെ നമുക്കറിയാം, സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുക. x സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു 5 ഇൻറ്റു x 10x പ്ലസ് b സ്ക്വയർ 5ന്റെ സ്ക്വയർ 25. ഈ ലാസ്റ്റ് മൈനസ് 25 അതുപോലെ ഡിവൈഡഡ് ബൈ x. 25 മൈനസ് 25 പോയാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 x സ്ക്വയർ പ്ലസ് 10x എന്ന് കിട്ടും. ഇതിൽ നിന്നൊരു x കോമൺ ആയിട്ട് എടുത്താൽ x പ്ലസ് 10 ബൈ താഴെ എന്തുണ്ട്? x. എക്സും ക്യാൻസൽ ചെയ്താൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 x പ്ലസ് 10.
ഇനി എക്സിന് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ പുട്ട് എക്സ് ഈക്വൽ ടു ദാറ്റ് വാല്യൂ എന്താണ്? 0. 0 പ്ലസ് 10 എന്താണ്? 10. ആൻസർ എന്ത് കിട്ടി? 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമാനമായൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം എക്സാമിനേഷൻ ചോദിച്ചതാണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 2 x റൈസ് ടു p മൈനസ് 2 റൈസ് ടു p ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു 192. ദെൻ ഫൈൻഡ് വാല്യൂ ഓഫ് p. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു a എക്സ് റൈസ് ടു n മൈനസ് a റൈസ് ടു n ബൈ എക്സ് മൈനസ് a ആണെങ്കിൽ ഫോർമുല n ഇൻറ്റു a റൈസ് ടു n മൈനസ് 1. അപ്പോൾ ഇവിടെ n ന് വരാൻ p അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊരു p ഇൻറ്റു a റൈസ് ടു a എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റൈസ് ടു p മൈനസ് 1 ഈക്വൽ ടു 192. 192വിനെ ഈ 2വിൻ്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്കറിയാം 2വിൻ്റെ പവറുമായിട്ട് എഴുതണമെങ്കിൽ 2 റൈസ് ടു 1 2 സ്ക്വയർ എന്ന് എഴുതിയിട്ട് കാര്യമില്ല. 2 സ്ക്വയർ 4 ഇൻറ്റു എന്ന കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെന്താണ് 4 5 6 അങ്ങനെ വരുമ്പോൾ 2 റൈസ് ടു 5 2 റൈസ് ടു 5 എന്ന് പറയുന്നത് എന്താണ്? 32. 32 ഇൻറ്റു എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 192 കിട്ടും? 6. സോ ഈ 192നെ 6 ഇൻറ്റു 32 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 6 ഇൻറ്റു 32 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 5. ഇനി കമ്പയർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കമ്പയർ ചെയ്യുമ്പോൾ p ഈക്വൽ ടു എന്ത് കിട്ടി? 6. അല്ലെങ്കിൽ p മൈനസ് 1 ഈക്വൽ ടു 5, p ഈക്വൽ ടു 6. ഇത്തരത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഇരിക്കുന്ന നമ്പറിനെ ഫാക്ടറൈസേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുക. സോ വാല്യൂ ഓഫ് p എന്താണ്? 6. നെക്സ്റ്റ് ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ax ബൈ എക്സ് ഇൻറ്റു കോസ് bx. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ax ബൈ എക്സ് ഒരുമിച്ച് എഴുതി. അടുത്ത എന്താണ്? ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 1 ബൈ കോസ് bx. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ax ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 1 ബൈ കോസ് bx എന്ന് എഴുതാം. ഇവിടെ സൈൻ ax ബൈ ഇവിടെ എക്സേ ഉള്ളൂ. നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ ആൻസർ 1. ഇവിടെ വരുന്ന അതേ ആംഗിൾ താഴെ വരണം. ഇവിടെ ax, പക്ഷെ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു എയുടെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ a മൾട്ടിപ്ലൈ ചെയ്തു. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ a മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഒറ്റ കളി മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആംഗിൾ അതുപോലെ താഴെ കൊണ്ടുവരണം. ഇവിടെ ax ആയതുകൊണ്ട് ഇവിടെ ax വരണം. എക്സേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു a കൊടുത്തു. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ a മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇവന്റെ ആൻസർ എന്താണ്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ ax ബൈ ax എന്ന് പറയുന്നത് എന്താണ്? 1 ഇൻറ്റു ഈ a, അതാണ് a. അടുത്ത് ഇവന്റെ ആൻസർ വരും. എക്സിന് 0 കൊടുത്താൽ കോസ് 0 എന്താണ്? 1 ബൈ 1 എന്താണ്? 1. സോ a ഇൻറ്റു 1 ആൻസർ എന്ത് കിട്ടും? a. നെക്സ്റ്റ് ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 1 മൈനസ് കോസ് 4x ബൈ എക്സ് സ്ക്വയർ. സോ 1 മൈനസ് ഇവിടെയും എക്സിന് ഡയറക്റ്റ് 0 കൊടുക്കണം കേട്ടോ. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? കോസ് 0 1 1 മൈനസ് 1 മേളിൽ 0 താഴെ 0 ബൈ 0 ഇൻഡിറ്റർമിനേറ്റ് ഫോം. അപ്പോൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മൾ പഠിച്ച ട്രിഗണോമെട്രിക് ഫോർമുല കാണുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 മൈനസ് കോസ് 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ്. അപ്പോൾ 1 മൈനസ് കോസ് 4xനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എന്താണ്? സൈൻ സ്ക്വയർ എക്സ്. എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 2x. കാരണം 4xനെ 2 ഇൻറ്റു 2x എന്ന് എഴുതാം. സോ ഈ ഫോർമുലയിൽ എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുത്താൽ മതി? 2x. ഇനി ഈ 2 കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ സ്ക്വയർ 2x. അതിനെങ്ങനെ എഴുതാം? സൈൻ 2x ഇൻറ്റു സൈൻ 2x. എക്സ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് അല്ലെ? ഈ എക്സ് സ്ക്വയറിനെ രണ്ടുപേർക്കും കൊടുത്തു, ആർക്കും പരിഭവം വേണ്ട. സോ ഈ 2 അതുപോലെ ഈ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 2x ബൈ എക്സ് അല്ലേ? സൈൻ 2x ബൈ എക്സ്. പക്ഷെ ഇവിടെ ആംഗിൾ 2x അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയും 2x വേണം. അപ്പോൾ 2 കൊടുത്തു, ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തെന്താണ്? ഇവിടെ ഈ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഇതിന് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 2x ബൈ എക്സ്. എക്സ് പോരാ, നമുക്ക് ഇവിടെ അതേ ആംഗിൾ വേണം, 2x വേണം. അപ്പോൾ 2 കൊടുത്തു, മേളിൽ 2 കൊടുത്തു. ഇനി ഈ ലിമിറ്റിന്റെ വാല്യൂ എന്താണ്? 1 ഇൻറ്റു 2 എന്താണ്? 2. പിന്നെ ഈ 2 അതുപോലെ എഴുതി. അടുത്ത് ഈ ലിമിറ്റിന്റെ ആൻസർ എന്താണ്? 1 ഇൻറ്റു 2 എന്താണ്? 2. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ 2x ബൈ 2x എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 1. നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ പൈ എക്സ് ബൈ കോസ് 2x. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 0 കൊടുക്കുക. അവിടെ പ്രശ്നമുണ്ടെങ്കിലേ സൂക്ഷിച്ച് നോക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ചെയ്താൽ മതി. എക്സിന് 0 കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും? സൈൻ 0 ബൈ താഴെ എന്താണ്? കോസ് 0 സൈൻ 0 കോസ് 0 1. കാൽക്കുലേറ്റർ കൊടുത്താൽ മതി. 0 ബൈ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ഇനി തിരിച്ച് 1 ബൈ 0 എന്ന് വന്നെങ്കിലോ? നോട്ട് ഡിഫൈൻഡ് കേട്ടോ. ഇനി തിരിച്ച് 0 ബൈ 0 വന്നാലോ? എങ്കിൽ സൂക്ഷിച്ച് നോക്കണം, അതായത് സിംപ്ലിഫിക്കേഷൻ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് f of x equal to root x.
ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ സൈൻ എക്സ് കോസ് എക്സ് നിർബന്ധം പഠിക്കണം. 1/x എക്സ് സ്ക്വയർ ഈ 4 പ്രൂഫാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ പലപ്പോഴും ഞെട്ടിച്ചുകൊണ്ട് ടാൻ എക്സും ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. സോ ഈ വർഷം വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തി എന്ന് മാത്രം. ടെക്സ്റ്റിൽ ഇതിൻ്റെ പ്രൂഫില്ല, പക്ഷേ പ്രീവിയസ് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് f of x equal to root x. ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാണ്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ചോദിച്ചിരിക്കും. അപ്പോൾ എന്തറിയണം? ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുന്ന ഫോർമുല f ഡാഷ് എക്സ് ഈക്വൽ ടു ഫോർമുല ലിമിറ്റ് h ടെൻസ് ടു 0 f of x പ്ലസ് h മൈനസ് f of x ബൈ h. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല, ഒരു മാർക്ക് കിട്ടും. ഈ ഫോർമുല പഠിച്ചേ പറ്റൂ. ലിമിറ്റ് h ടെൻസ് ടു 0 f of x പ്ലസ് h മൈനസ് f of x ബൈ h ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 f of x റൂട്ട് എക്സ്. അപ്പോൾ f of x പ്ലസ് h എന്തായിരിക്കും? റൂട്ട് എക്സ് പ്ലസ് h മൈനസ് f of x എന്താണ്? റൂട്ട് എക്സ് ബൈ h. ഇനി ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞാൽ എച്ചിന് 0 കൊടുത്താൽ റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് 0/0. അപ്പോൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് നോക്കണം. ഇവിടെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ സാധാരണ സിംപ്ലിഫിക്കേഷൻ ഒന്നും നടക്കത്തില്ല. ഇവിടെ റാഷണലൈസേഷൻ എന്നൊരു പ്രോസസ്സാണ് ചെയ്യുന്നത്. പരിപാടി ഇത്രയേ ഉള്ളൂ. ഇത് അതുപോലെ എഴുതുക. ലിമിറ്റ് h ടെൻസ് ടു 0 റൂട്ട് എക്സ് പ്ലസ് h മൈനസ് റൂട്ട് എക്സ് ബൈ h. അടുത്ത് ഇവിടെ ഇരിക്കുന്ന ഈ റാഡിക്കൽ ടേമിനെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് കൊടുത്ത് ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ സെൻറ്ററിൽ മൈനസ് കൊടുക്കുന്ന ടേം മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് എക്സ് പ്ലസ് h പ്ലസ് റൂട്ട് എക്സ് മേളിൽ മൾട്ടിപ്ലൈ ചെയ്തു, വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ അതേ സാധനം താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഈ ലിമിറ്റ് h ടെൻസ് 0 മേളിൽ ഇത് a എന്ന് വിചാരിക്കുക, b. അപ്പോൾ ഇത് a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താണ് ഫോർമുല? എ സ്ക്വയർ റൂട്ട് എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ക്വയർ എക്സ് പ്ലസ് എച്ച് മൈനസ് ബി സ്ക്വയർ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ്. അതായത് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം കിട്ടും. ബൈ താഴെയുള്ളത് അതുപോലെ എഴുതുക, എച്ച് അതുപോലെ, ഇത് അതുപോലെ എഴുതി. ഈക്വൽ ടു എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളത് അതുപോലെ എഴുതുക, എച്ച് ബൈ എഴുതി. ഇനി എച്ചും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് അതുപോലെ എഴുതുക. ലിമിറ്റ് h ടെൻസ് 0 1 റൂട്ട് എക്സ് പ്ലസ് h പ്ലസ് റൂട്ട് എക്സ്. ഇനി എച്ചിന് എന്ത് കൊടുക്കുക? 0. ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ എച്ചിന് 0 കൊടുത്താൽ ഇവിടെ എന്തിട്ട്? ഇത് 0 റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് 1 റൂട്ട് എക്സും ആഡ് ചെയ്താൽ 2 റൂട്ട് എക്സ്. കാണാതെ പഠിക്കേണ്ട ഫോർമുല, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്താണ്? 1/2 റൂട്ട് എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ y ഈക്വൽ ടു 4 പ്ലസ് 5 സൈൻ എക്സ് ബൈ 3 പ്ലസ് 7 കോസ് എക്സ്. ഫൈൻഡ് dy/dx. അല്ലേ? മേളിൽ ഫംഗ്ഷൻ ഓഫ് എക്സ്, താഴെയും ഫംഗ്ഷൻ ഓഫ് എക്സ്. വി ഹാവ് ടു അപ്ലൈ കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ നിർബന്ധമായും പഠിക്കുക. സോ ഇവന്റെ ഡെറിവേറ്റീവ് dy/dx ഈക്വൽ ടു എന്താണ് കോഷ്യന്റ് റൂൾ? ഡിനോമിനേറ്റർ അതുപോലെ എഴുതുക, താഴെ ഇരിക്കുന്ന ഫംഗ്ഷൻ അതുപോലെ എഴുതുക, ഇൻറ്റു d/dx ഓഫ് മേളിലിരിക്കുന്നത് മൈനസ് മേളിലിരിക്കുന്നത് അതുപോലെ എഴുതുക, ഇൻറ്റു d/dx ഓഫ് താഴെ ഇരിക്കുന്നത് ഹോൾ ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നവന്റെ സ്ക്വയർ. ഇങ്ങനെ കാര്യം മനസ്സിലാക്കി പഠിക്കൂ. അല്ലാതെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു അങ്ങനെയൊക്കെ പഠിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഡിനോമിനേറ്റർ അതുപോലെ മേളിലിരിക്കുന്നതിന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ അതുപോലെ അടുത്ത് d/dx ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ. ഇനി ഇത് അതുപോലെ എഴുതി. ഇവന്റെ ഡെറിവേറ്റീവ് 4ന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോൺസ്റ്റന്റ് മാത്രം 0 പ്ലസ് 5 sin x അതിന്റെ ഡെറിവേറ്റീവ് 5 cos x. അപ്പോൾ 0 പ്ലസ് 5 cos x ദാറ്റ് ഈസ് 5 cos x. അടുത്ത മൈനസ് ഇത് അതുപോലെ എഴുതി. അടുത്ത് ഇവന്റെ ഡെറിവേറ്റീവ് 3 0 7 മാറ്റി വെച്ചു. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് 7ഉം മൈനസ് സൈൻ എക്സും മൈനസ് 7 sin x എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ താഴെയുള്ളത് അതുപോലെ എഴുതുക. ഇനി വേണമെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത് അതുപോലെ ഇത് ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ചെറിയ സിംപ്ലിഫിക്കേഷൻ നടക്കും. അത് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇത്രയും ചെയ്താലും മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് എക്സ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂവിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് 2.3 എന്ന് പറഞ്ഞാൽ 2.3ക്ക് മുന്നേയുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ. 2.3ന് മുന്നേയുള്ള പൂർണ്ണസംഖ്യ ഏതാണ്? ഏറ്റവും വലുത് 2. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് 2.3 എന്ന് പറഞ്ഞാൽ 2. എന്നാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് 1.9 1.9ന് മുന്നേയുള്ള ഇൻറ്റിജർ 1 ആണ്. ഈ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് എക്സ് കാണുന്നതിന് വേണ്ടി ഇവന്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും കാണുക. 2ന്റെ ലെഫ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഓഫ് എക്സ്. 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2നേക്കാളും ചെറിയ നമ്പർ എന്നാണ്.
അപ്പോൾ 2-നേക്കാളും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 2-ന് വളരെ അടുത്തുള്ള ചെറിയ നമ്പർ 1.95 99 എന്നൊക്കെ വരും. അപ്പോൾ 1.99 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ത്? 1.99 മുന്നേയുള്ള പൂർണ്ണസംഖ്യ ഏറ്റവും വലുത് അത് 1 ആണ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ്, അതായത് 2-നേക്കാളും വലുത്. അപ്പോൾ 2.5 2.1 ഒക്കെ വരും അല്ലേ, 2.002 ഒക്കെ വരും. അപ്പോൾ 2-ന് ശേഷം എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ളത് 2 ആണ്. ലെഫ്റ്റ് ലിമിറ്റ് 1, റൈറ്റ് ലിമിറ്റ് 2. അപ്പോൾ രണ്ടും ഈക്വൽ ആണോ? രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് ഉണ്ടാകത്തുള്ളൂ, അതായിരിക്കും ലിമിറ്റ്. ഇവിടെ ഈക്വൽ അല്ലാത്തത് കൊണ്ട് ലിമിറ്റ് ഡസൻ എക്സിസ്റ്റ്. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, ദെയർഫോർ ലിമിറ്റ് ഡസൻ എക്സിസ്റ്റ്. ലിമിറ്റ് നോട്ട് ഡിഫൈൻഡ് എന്നെഴുതിയാൽ തെറ്റ്. നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ആശയം വേറെയാണ്, ഇങ്ങനെ തന്നെ എഴുതണം. ലിമിറ്റ് ഡസൻ എക്സിസ്റ്റ് എന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ. ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികൾക്ക് പ്രശ്നമില്ല, അവർ ലാബ് ക്ലാസ്സിലൊക്കെ ഇത്തരം ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു പ്രാക്ടിക്കൽസിന്. +1 റെഗുലർ വിദ്യാർത്ഥികൾക്കാണ് ഇത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടേറിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നാൻ സാധ്യത. ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഈസ് ഗിവൺ ബിലോ. അല്ലേ, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇവിടെ നോക്കടാ, എന്താണ് പ്രത്യേകത? എക്സിന്റെ വാല്യൂ 1 അതിനേക്കാളും ചെറുത് വരുമ്പോൾ ഈ ഫംഗ്ഷൻ അല്ലേ, ഇതെന്താണ്? x² എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്തെന്ന് അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സൂചിപ്പിച്ചു നോക്കാം. യു ഷേപ്പ് വന്നാൽ x², അതായത് എക്സിന്റെ വാല്യൂ 1 അതിനേക്കാളും ചെറുത് ആണെങ്കിൽ എന്താണ്? x². എക്സിന്റെ വാല്യൂ 1-നേക്കാളും വലുത് വരുമ്പോൾ, എക്സിന്റെ വാല്യൂ 1-നേക്കാളും വലുത് വരുമ്പോൾ വേറൊരു ഫംഗ്ഷൻ, ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലേ. 1 വന്നപ്പോൾ 2 വന്നപ്പോൾ എനിക്ക് തോന്നുന്നു 2.5 അങ്ങനെ എന്തൊക്കെയാണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ പോട്ടെ. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. ലെഫ്റ്റ് ലിമിറ്റ് ആശയം മനസ്സിലാക്കണം. 1 എന്ന് പറയുന്ന പോയിന്റിന്റെ തൊട്ട് ചേർന്നുള്ള ലെഫ്റ്റിൽ വരുന്ന വാല്യൂ, 1ന്റെ ലെഫ്റ്റിൽ വരുന്ന വാല്യൂ എന്തായിരിക്കും? ഇവിടെ വരുന്ന ഈ 1 ആയിരിക്കും ആൻസർ. തൊട്ട് ചേർന്ന് വരുന്ന എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്, അതായത് 1ന്റെ നേരെ വലത് സൈഡ് വരുമ്പോൾ 1-നേക്കാളും ജസ്റ്റ് ഗ്രേറ്റർ ദാൻ വരുമ്പോൾ ആൻസർ എന്താണ്? 2 ആണ്. അതായത് ലെഫ്റ്റ് ലിമിറ്റ് 1 എന്ന് കിട്ടി. പറഞ്ഞ പോയിന്റ് ഇവിടെ കിട്ടിയായിരുന്നു. 1-ന് വളരെ ചേർന്ന് ലെഫ്റ്റ് സൈഡിൽ വരുന്ന പോയിന്റ് എന്താണ്? y വാല്യൂ 1. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 1. 1-ന് വളരെ ചേർന്ന് റൈറ്റ് വരുമ്പോൾ നേരെ മേളിൽ ചാടി അല്ലേ, ഒറ്റ ചാട്ടം. അപ്പോൾ റൈറ്റിൽ വരുമ്പോൾ എന്താണ്? y വാല്യൂ 2. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 1, റൈറ്റ് ലിമിറ്റ് എന്താണ്? 2. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, ഹെൻസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 1 എഫ് ഓഫ് എക്സ് ഡസൻറ്റ് എക്സിസ്റ്റ്. അങ്ങനെ തന്നെ രേഖപ്പെടുത്തുക. ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ax പ്ലസ് എക്സ് കോസ് എക്സ് ബൈ ബി സൈൻ എക്സ്. എക്സിന് 0 കൊടുത്താൽ ഇത് 0, ഇവിടെയും 0, ഇവിടെ സൈൻ 0 0 0/0. എന്ത് ചെയ്യണം? സൂക്ഷിച്ചു നോക്കണം. സൂക്ഷിച്ചു നോക്കുമ്പോൾ സിംപ്ലിഫിക്കേഷൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഒരു എക്സ് കോമൺ ആയിട്ട് എടുക്കാം. ആ എക്സ് ഇനി താഴെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പഠിച്ച ഫോർമുലകളിലേക്ക് എത്തും. പക്ഷെ ഞാനൊരു എളുപ്പ വഴിയാണ് സൂചിപ്പിക്കുന്നത്. ഡിവൈഡിങ് ഈച്ച് ടേം ബൈ എക്സ്. ഓരോ ടേമിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എന്താണ്? ax/x പ്ലസ് എക്സ് കോസ് എക്സ് ബൈ എക്സ് ഡിവൈഡഡ് ബൈ ബി സൈൻ എക്സ് ബൈ എക്സ്. ഓരോ ടേമിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സും എക്സും ക്യാൻസൽ ചെയ്താൽ a പ്ലസ് ഇവിടെ എക്സും എക്സും പോയാൽ ജസ്റ്റ് കോസ് എക്സ് ബൈ താഴെ ക്യാൻസലേഷൻ നടക്കത്തില്ല, ബി സൈൻ എക്സ് ബൈ എക്സ്. എന്നിട്ട് ലിമിറ്റ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 a പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടെ ബി ഇനി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇനി ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ എക്സിന് 0 കൊടുക്കുക, കോസ് 0 1. അപ്പോൾ എന്ത് കിട്ടും? a പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഈ ബി അതുപോലെ എഴുതി. ഇവന്റെ വാല്യൂ എന്ത്? സ്റ്റാൻഡേർഡ് ഫോർമുല ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1. സോ ആൻസർ 1 into b. ഫൈനൽ ആൻസർ എന്ത് കിട്ടും? a പ്ലസ് 1/b. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ എബവ് ആവറേജ് ലെവൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തിയത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലും നമ്മുടെ റിവിഷൻ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നു. അതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവൂ. അല്ലാതെ ഇത് മാത്രം പഠിച്ചാൽ നമുക്ക് A പ്ലസും ഫുള്ളും ഒന്നും കിട്ടത്തില്ല. തീർച്ചയായിട്ടും സിലബസ് തറവായിട്ട് പഠിക്കുക, റിവിഷൻ ക്ലാസ് കണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതിനുശേഷം സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിന്റെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.